ഭഗവാനെ തന്നെ ഏൽപ്പിക്കാൻ കഴിയൂ. ഒന്നാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും എല്ലാം ഭഗവാനെ തന്നെ നമ്മൾ അർപ്പിക്കുക. ഒരു കുഞ്ഞ് അമ്മയ്ക്ക് നഷ്ടപ്പെടുന്ന ഈ സമയത്ത് യശോദ ചെയ്തത് നമുക്കും അനുകരിക്കാൻ കഴിയണം. കുഞ്ഞിനെ പിരിഞ്ഞ് അമ്മയുടെ മനോഭാവത്തോടെ ഭഗവാന് വേണ്ടി കരയാൻ ഉപാസകന് കഴിഞ്ഞു. നിഷ്കളങ്കമായ സ്നേഹം, അതാണ് നമുക്കും വേണ്ടത്. ഈ സന്ദേശത്തോടെ 9-ാം ശ്ലോകം അവസാനിക്കുന്നു. 10-ാം ശ്ലോകം. വാദാത്മകം ധനുജമേവ മയി പ്രദൂന്യുൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമുനോദുനോക്ഷി കിം വാ കരോമി പുനരപ്യ നിലാളയേശ നിശേഷരോഗശമനം മുഹുരർത്തയേ ത്വം. ഈ ശ്ലോകത്തില് ലാസ്റ്റ് 10-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അല്ലയോ ഗുരുവായൂരപ്പ, ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുന്ന ഭഗവാനെ, ഇന്ന് 43-ാമത്തെ ദിവസം ആയി ഞാൻ ഈ നാരായണി എഴുതി തുടങ്ങിയിട്ട് 43 ദശകവും എഴുതി. എന്നിട്ട് എൻ്റെ വാദരോഗത്തിന് ഒരു ശമനവും ഇല്ല. ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പീഡകളും മാറ്റാൻ സാധിക്കും. എന്തു വലിയ കാര്യമാണ് അങ്ങ് ചെയ്തത്. എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടില്ലെങ്കിൽ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്? വീണ്ടും ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കും. പട്ടതിരിപ്പാടിൻ്റെ സമകാലികനായ പൂന്താനം ഇങ്ങനെ പാടി: ആർത്തി നൽകിയിടും ഈശ്വരനെങ്കിലും പ്രാർത്ഥിക്കേ നമുക്ക് അങ്ങോട്ട് ചെയ്യാവൂ. എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. കിട്ടുന്നത് എന്താണ് അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക. അങ്ങനെ 43-ാം ദശകം ഭഗവത് പാദത്തിൽ അർപ്പിക്കുന്നു. നമ്മൾക്ക് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക. അതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു സന്ദേശം ഭഗവാൻ തന്നിട്ടുള്ളത്. അങ്ങനെ 43-ാമത്തെ ദശകം കഴിഞ്ഞു.